എന്തിനാ ഇങ്ങനെ കിടന്ന് കരയണേന്ന് ആർക്കും അറിയത്തില്ല. ഉച്ചയ്ക്ക് ശേഷം ഉറക്കത്തിന് ശേഷം തുടങ്ങിയ പരിപാടിയാണ്. എപ്പോഴും കരച്ചിൽ. ഒന്നീ പുറത്ത് പോകണം, അല്ലെങ്കിൽ അവനെ എടുത്തോണ്ട് കിടക്കണം. അവനെ തന്നെ അറിയത്തില്ല അവൻ എന്തിനാ കിടന്ന് കരയുന്നതെന്ന്. ഓക്കെ, പിന്നെ കുഞ്ഞല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്ത് കുറച്ച് നേരം എന്ത് ചെയ്ത് പുറത്തൂടെയൊക്കെ നടക്കാൻ പോയി. തൊട്ടപ്പുറത്തേന് മണ്ഡപമുണ്ട്, അതിൻ്റെ അകത്തൂടെയൊക്കെ നടക്കാൻ പോയി. ദേ കാണുന്ന എല്ലാ വീട് കണ്ടോ, റോഡ് ക്രോസ് ചെയ്താൽ മാത്രം മതി. കുറേ നേരം നമ്മൾ അങ്ങനെ പോയി. എന്നിട്ട് വീണ്ടും വീട്ടിലേക്ക് വന്നപ്പോഴോ ആൾ പഴയതുപോലെ തന്നെ ഭയങ്കര കരച്ചിൽ. വേറെ ഒന്നുമല്ല, ആൾക്ക് പെട്ടെന്ന് പപ്പയെ ഓർമ്മ വന്നു. പപ്പയെ കാണണം, ആ ഒരു മട്ടായിരുന്നു. ഭയങ്കര കരച്ചിൽ. ഒരു മണിക്കൂറിൽ ചേട്ടൻ വരും, എന്നാൽ ആ ഒരു മണിക്കൂർ അവ സെറ്റാക്കണ്ടേ. അങ്ങനെ എന്തോ ഒരു അരമണിക്കൂറൊക്കെ ചുമ്മാ വെറുതെ ഫോണൊക്കെ നോക്കി ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കുമ്പോൾ ചിരിക്കാനൊക്കെ നോക്കിയെങ്കിൽ ആളൊക്കെ ആവുന്നില്ല. പിന്നെ നാണ്ടട വീണ്ടും മണ്ടോത്ത് പോയി ഓടിക്കളിയായി, മീനിന് തീറ്റ ഇട്ട് കൊടുക്കലായി. അങ്ങനെ കുറേ നേരം അങ്ങനെ. ആൾക്ക് മെയിൻ കാരണം വീട്ടിൽ ഇരിക്കാൻ താല്പര്യമില്ല. അവൻ എന്ത് ചെയ്യണം, പുറത്തോട്ട് പോകണം, എന്ത് ചെയ്യണം, അവനെ കൊണ്ട് കളിപ്പിക്കണം, അതൊക്കെയായിരുന്നു. അപ്പോൾ നമ്മൾ മാക്സിമം ഉച്ചയ്ക്ക് ശേഷമൊക്കെ മുറ്റത്തോടെയൊക്കെ ആയിരിക്കും. അതിന് മുറ്റത്തിരുന്നാൽ പറ്റില്ല, വേറെ എവിടെയെങ്കിലുമൊക്കെ ഇതുപോലെ കൊണ്ടുപോകണം, അവൻ്റെ വണ്ടി കൊണ്ട് ഉരുട്ടണം, ആ മട്ടിലൊക്കെ ആയിരുന്നു. പിന്നെ സന്ധ്യ ആയപ്പോൾ എന്ത് ചെയ്തു, നേരെ വീടിൻ്റെ മണ്ടയെ പിടിച്ചിരുത്തി. അല്ലാതെ എന്താ, സമയം പോണില്ല. പിന്നെ ചേട്ടനൊക്കെ വന്ന് എന്ത് ചെയ്തു, നമ്മൾ എന്ത് ചെയ്തു, അനിയത്തിയെ കാണാൻ പോകണം. അവൾക്ക് കുറച്ച് പാഴ്സൽ കൊടുക്കണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അകത്തോട്ട് കയറ്റത്തില്ല. നമ്മൾ എന്ത് ചെയ്യണം, സെക്യൂരിറ്റിയെ കൊടുത്തിട്ട് വരണം, അല്ലാതെ നമ്മൾ അകത്തോട്ട് കയറില്ല. ചേട്ടൻ വന്നപ്പോൾ തന്നെ 7 മണിയായി. നമ്മൾ കുളിച്ച് റെഡിയായി പോയപ്പോൾ തന്നെ എന്തായി, 8 മണി 8 മണി എങ്ങാണ്ടായിരുന്നു. കാരണം അത്രയും ടൈം പിടിച്ചായിരുന്നു നമ്മൾ പോയപ്പോൾ. അതുകൊണ്ട് അകത്തോട്ട് നമ്മൾ ആരെയും കയറ്റത്തില്ല. അവിടെ ഇരിക്കാൻ നല്ലൊരു സെക്യൂരിറ്റി. അപ്പോൾ നമ്മൾ കാര്യം സംസാരിച്ചപ്പോൾ അങ്ങേര് രാവിലെ കൊണ്ടുപോയി കൊടുക്കുക. ഇപ്പോൾ സെക്യൂരിറ്റിക്ക് അകത്തോട്ട് കയറാൻ ഇതില്ല, എന്ത് ചെയ്യാം, രാവിലെ കൊണ്ടുപോയി കൊടുക്കാമെന്ന് പറഞ്ഞു. നമ്മൾ എന്ത് ചെയ്ത് അവിടെ നിന്ന് സംസാരിച്ച് എന്ത് ചെയ്ത് അനിയത്തിയോടം വിളിച്ച് പറഞ്ഞതുപോലെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, നേരെ വീട്ടിലേക്ക് തിരിച്ചു. അവിടെ 4:30 വരെ എല്ലാവരെയും കയറ്റി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.